ഹലോ നമസ്കാരം. ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു 4 മണി പലഹാരമാണല്ലോ പഴംപൊരി. നാട്ടിൻപുറത്തെ ചായക്കടകളിൽ കിട്ടുന്ന പഴംപൊരി അതേ രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുക്കാം. 1/4 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. മധുരം കുറവുള്ള പഴമാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. പക്ഷേ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതിൽ ഞാൻ സോഡാപ്പൊടി ചേർക്കുന്നില്ല. കാരണം മഞ്ഞൾപ്പൊടിയും സോഡാപ്പൊടിയും ഒരുമിച്ച് ചേർത്താൽ അവിടെ ഒരു ചെറിയ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് പഴംപൊരി നല്ല റെഡ് കളറിലാണ് നമുക്ക് കിട്ടുക, യെല്ലോ കളറിൽ കിട്ടില്ല. ഇനി നിങ്ങൾക്ക് സോഡാപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഫുഡ് കളർ ചേർക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കളറൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒറ്റയടിക്ക് കുറേ വെള്ളം ഒഴിച്ച് കുഴക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അധികം കട്ടയൊന്നും ഇല്ലാതെ ഒരുവിധം തിക്ക് ബാറ്ററായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. കാരണം ഒരുപാട് ലൂസായാൽ പഴത്തിൽ മാവ് ശരിക്കും പിടിക്കില്ല. ഒരുപാട് കട്ടിയായിപ്പോയാൽ പഴത്തിൽ കുറേ മാവ് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ തീരെ ലൂസായിട്ടുള്ള മാവാവും ചെയ്യരുത്. കലക്കിയെടുത്തതിന് ശേഷം ഈ മാവ് മിനിമം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ സമയം വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ പഴംപൊരി ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴം തന്നെയാണ്. ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം ആവരുത്, തീരെ പഴുക്കാത്ത നേന്ത്രപ്പഴം ആവരുത്. ഈ നേന്ത്രപ്പഴത്തിനെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് 3-4 കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നേന്ത്രപ്പഴം നടു മുറിച്ചിട്ട് വീണ്ടും ചെറിയ 3-4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാൻ എന്തായാലും ഈ നേന്ത്രപ്പഴം നടു മുറിച്ചതിന് ശേഷമാണ് നീളത്തിൽ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് കേട്ടോ. കാരണം ഇത് കുറച്ച് വലിയ നേന്ത്രപ്പഴമാണ്. അതുകൊണ്ട് ഞാൻ നടു മുറിച്ചിട്ടാണ് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. 2 പഴവും നടു മുറിച്ചെടുത്തു. ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായി. മുറിച്ച് വെച്ച പഴം ഇതുപോലെ എടുത്ത് ഈ മാവിലിങ്ങനെ മുക്കുക. മാവിൽ മുക്കിയതിന് ശേഷം ഈ പഴം എടുത്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം മൂത്ത് വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചതൊന്നും നോക്കണ്ട കേട്ടോ. ഇത് കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വിട്ട് വന്നോളൂ. രണ്ട് വശവും നന്നായി മൂത്തതിന് ശേഷം ഇത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള പഴവും ഇതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കാം. ഒരു വശം മൂക്കുമ്പോൾ ഇതെല്ലാം മറിച്ചിടാം.
വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് പഴംപൊരി. രണ്ട് വശവും നന്നായി മൂത്തു. ഇനി ഇതും കോരി മാറ്റാം. പഴംപൊരി എല്ലാം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ നാടൻ പഴംപൊരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.